അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇപ്പോൾ നമ്മൾ പുതിയ ടൂർ പാക്കേജും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയിടാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ആൾ ഖത്തറിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു ആൾ ഇന്നലെ വന്നതാണ്. ചൊവ്വാഴ്ച വരെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ 2 ദിവസം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പിന്നെ മോസ്കോ ഒന്ന് കറങ്ങണം. ആ ഒരു ഇതിലാണ് ആൾ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റ്, ഫാസിൽ എന്നാണ് പേര്. ഞാൻ ഫാസിൽ, ഖത്തറിനാണ് വരുന്നത്. അതെ, അപ്പോൾ ആളിതേ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ നമ്മൾ നിൽക്കുന്ന സ്പോട്ട്. അപ്പോൾ ആൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നേക്കുവാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ ഇവിടെ മോസ്കോനേക്കാളും ഏകദേശം ക്ലൈമറ്റ് ഇവിടെ ഇപ്പോൾ നിലവിൽ 6 ഡിഗ്രിയാണ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പ് കൂടുതലാണ്. നല്ല തിരക്കുണ്ട് സ്ട്രീറ്റിൽ, കണ്ടില്ലേ? നല്ല മൂടിയൊരു അന്തരീക്ഷമാണ്. അതുപോലെ തന്നെ നമ്മളിത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നേക്കുവാണ്. ഇവിടെ ഒരു ശ്രീലങ്കൻ ഫ്ലാഗും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റോറൻറ്റ് ഉള്ളിലോട്ട് കയറുകയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെ സെറ്റപ്പ്. നമ്മുടെ എല്ലാമായ ആന. നല്ല പാട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സെറ്റപ്പ് കൊള്ളാം. ഞാൻ എന്തായാലും ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ബാർ സെറ്റപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറാം. അത്യാവശ്യം നല്ലൊരു അടിപൊളി സെറ്റപ്പാണ്. നമ്മളെ ഇവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. ദൈവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മെനുവും കാര്യങ്ങളും വരുന്നത്. ഗണേഷ് ഇന്ത്യൻ ക്യൂസിൻ. ഓക്കെ, പ്രൈസും കാര്യങ്ങളും നോക്കാനാണെങ്കിൽ ഏകദേശം മോസ്കോലെ പോലെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം മോസ്കോലെ പോലെയൊക്കെ തന്നെയാണ്. കുറച്ചുകൂടെ റേറ്റ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തേക്കണം മട്ടൻ ബിരിയാണി, സിദ്ദിഖ് ഓർഡർ ചെയ്തേക്കണം ചിക്കൻ ബിരിയാണി. നീ എന്തായിരുന്നു ഓർഡർ ചെയ്തത്? ഫിഷ് ബിരിയാണി. ഞാൻ തന്തൂരി ചിക്കൻ, പിന്നെ വിത്ത് നാൻ ആൻഡ് ചന മസാല. ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കണേ. ബാക്കി ഫുഡ് വന്നിട്ട് കാണാം. ഫുഡ് വന്നിട്ടുണ്ട്. മട്ടൻ ബിരിയാണി, ചന്ന മസാല, ചിക്കൻ ബിരിയാണി, ദാല്, അതുപോലെ തന്നെ ചിക്കൻ ടിക്ക വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. കഴിച്ചു നോക്കിയിട്ട് നല്ല ഫുഡാണെങ്കിൽ ഞാൻ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വന്ന ഇന്ത്യൻസിന് ഈ റെസ്റ്റോറൻറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, എങ്ങനെയുണ്ട് സാധനം? ചന്ന മസാല എങ്ങനെയുണ്ട്? ഇഷ്ടമായി? മട്ടൻ ബിരിയാണി 50-50 ആണ്. വിചാരിച്ച അത്ര ടേസ്റ്റ് വന്നില്ല. നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയെ പറ്റി എന്താ പറയാനുള്ളത്? ചിക്കൻ ബിരിയാണി 50-50 ഒന്നും പറയാൻ പറ്റില്ല. ഒരു 30 ആ ലെവലേ പറയാൻ പറ്റും. മോസ്കോയിലെ ഹലോവിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഫുഡാണ്. അവിടെ പറ്റായിരുന്നു. ഇത് കൊള്ളാം. ഇവൻ മേടിച്ച ഫുഡ് അടിപൊളിയാണ്. അവൻ കറക്റ്റായിട്ട് ഇത് ഇവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെയൊക്കെ മേടിക്കുന്നു. പീറ്റേഴ്സ്ബർഗിലെ സദോവയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. സമയത്ത് നല്ല തിരക്കാണ്. ഏകദേശം മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഏകദേശം ഒരു 4000 രൂപയാണ് നമുക്ക് ബില്ല് വന്നേക്കുന്നത്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി 50-50 അത്ര എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എങ്കിൽ പോലും 50-50 ആയിരുന്നു. ഇവൻ മേടിച്ച ഫുഡ് അടിപൊളിയായിരുന്നു. ഞാൻ മേടിച്ച ഫുഡ് അടിപൊളിയാണ്. പക്ഷെ ഒരു 4000-ന് പോകത്തുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. സാധാരണ മോസ്കോയിലൊക്കെ ഒരു ഇതുപോലത്തെ റേഞ്ച് തന്നെയാണ് വരുന്നത്. അതെ, നമ്മൾ നേരെ വണ്ടി അതെ നമ്മൾ വണ്ടി ഇട്ടേണ്ട സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളിവിടെ 2 ദിവസം താമസിക്കാൻ വേണ്ടി നമ്മൾ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓസ്ട്രോവോക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വഴിയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ അല്ലെങ്കിൽ മോസ്കോയിലൊക്കെ ഇതുപോലെ ടൂർ വന്നവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു അപ്പാർട്ട്മെൻറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ആ ഓസ്ട്രോ എന്ന ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഡയറക്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുമാത്രമല്ലാണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ ഞാൻ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് അങ്ങനെ ഫുള്ള് ഒന്നും കണ്ടിട്ടില്ല. ഫുള്ളല്ല, ഞാനിപ്പോൾ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും നമുക്ക് ആ സമയത്ത് വിസിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. കാരണം നമ്മൾ ഇവിടെ ഫുള്ള് വർക്കിൻ്റെ തിരക്കിലായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 ദിവസം കൊണ്ട് അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇനി എന്തായാലും അതായത് ടൂറിസ്റ്റായിട്ട് റഷ്യയിലോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതാണ്. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മളിത് ഇപ്പോൾ ഒരു സ്പോട്ടിലോട്ട് പോവുകയാണ്. അതിൻ്റെ സ്പോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. ഒരാൾ പോകണമെങ്കിൽ ഏകദേശം സമയം ഇപ്പോൾ ഇവിടെ 5:30 ആയിട്ടുണ്ട്. രേഖ നിവ എന്ന് പറഞ്ഞ റിവറിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് മുങ്ങിക്കപ്പൽ. ഇത് കണ്ടോ, C189. അതുപോലെ തന്നെ ഇവിടെ മറ്റേ ഓയിൽ ആൻഡ് ഗ്യാസ് അതിൻ്റേതായിട്ടുള്ള പ്ലാന്റുകളും പിന്നെ പല ചരക്ക് കപ്പലുകളുമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മറ്റേ എറണാകുളത്ത് നമ്മൾ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതേ ഒരാൾ പോകണം നോക്കി. നമ്മുടെ ക്ലൈൻറ്റ് ഇവിടെ ഉണ്ട്, ഫാസിൽ. ആളിതേ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ തണുപ്പ് കുറച്ച് കൂടെ കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു ടൈമിലും -2 ആണ് ഇവിടുത്തെ തണുപ്പ് വരുന്നത്. രാവിലെ ചെറിയൊരു സ്നോഫോൾ ഉണ്ടായി, പക്ഷേ ഇപ്പോൾ നിലവിൽ സ്നോഫോൾ ഇല്ല. ഏകദേശം ഇത് കണ്ട് ഇവിടെയൊക്കെ പച്ചപ്പ് അതുപോലെ തന്നെ ഉണ്ട്. ഇലകളൊക്കെ പയ്യെ വന്ന് തുടങ്ങുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. നല്ല നല്ല അടിപൊളി സ്ഥലമാണ്. ആൾക്കാരിതേ ജോഗിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വേറൊരു സ്പോട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്യാനുള്ള സമയമില്ല. കാരണം ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ വരേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ സമ്മറാണ്. സമ്മറിൽ ഇവിടെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത പോകുന്ന സ്ഥലത്തോട്ട് കാണാം. ഇവിടെ ഇപ്പോൾ ഇത് കണ്ടോ, സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും ഇവിടെ റോഡ് സൈഡ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഇവിടെ ഒരു രീതിയിലുള്ള അഴുക്കോ അങ്ങനെ ഒന്നുമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഒരാളെ സ്കേറ്റ് ചെയ്ത് വരുന്നുണ്ട് അവിടെ നിന്ന്. ആണ് പാലസ് ബ്രിഡ്ജ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻട്രൽ ഭാഗം കണ്ട ഷിപ്പ് പോകാൻ നേരത്ത് ആ സെൻട്രൽ ഭാഗം ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പൊങ്ങും, ഷിപ്പിന് നേരെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പം നിലവിൽ ഓപ്പൺ അല്ല. വിൻ്ററിൻ്റെ സീസൺ കഴിഞ്ഞ് സമ്മറിലാവുമ്പോഴാണ് നിലവിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ആ ഒരു സമയത്ത് വരുമ്പോൾ നമ്മളൊരു ലിങ്ക് വഴി നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഏകദേശം 1800 പെർ പേഴ്സൺ കാണാനായിട്ട് ടിക്കറ്റിൻ്റെ റേറ്റ്. ആ ഒരു ടൈമിൽ ഇതുപോലെ ആ ബോട്ട് കണ്ടോ, ആ ബോട്ടിൽ നമുക്ക് കയറിയിട്ട് ഇത് ഓപ്പൺ ആവുന്ന കാഴ്ച നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഓപ്പൺ അല്ല. അതായത് ഇതിപ്പോൾ പൊങ്ങത്തില്ല. അതായത് ഇനിയിപ്പോൾ മേ ബി നെക്സ്റ്റ് മന്ത് അവസാനത്തോടെയാണ് സ്ലോട്ട് കാണിച്ചേക്കണം ഞങ്ങൾ ബുക്കിംഗ് നോക്കിയപ്പോൾ. അപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇതാണ് വിൻ്റർ പാലസ് എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയൻ കാലത്ത് അവർ ഒഫീഷ്യൽ റെസിഡൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മ്യൂസിയമാണ്. ഇപ്പോൾ മ്യൂസിയമാണ്. അത്യാവശ്യം കാണാനുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നമുക്ക് ആ സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ഒരുപാട്, ഇത് നല്ല വലുതാണ്. ഞാൻ അവിടെ പോയിട്ട് അതിൻ്റെ വേറെ വിഷ്വൽസ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലോട്ട് നടക്കുവാണ്. ഏകദേശം 1783 ഈ ഒരു ബിൽഡിങ് നിലവിൽ
പണിതെടുത്തത്. അപ്പോൾ ഇതിൽ ഏകദേശം 1500 ജനാലയാണ് ഈ ഒരു മ്യൂസിയത്തിന് നിലവിലുള്ളത്. ആ ഒരു വർഷത്തിൽ, അതായത് ആ സോവിയറ്റ് യൂണിയൻ കാലത്ത് ഇവരിത് ചെയ്ത് വെച്ചേക്കുന്ന മറ്റേത് ശില്പികളൊക്കെ കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എൻട്രി ചെയ്യണമെങ്കിൽ 700 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഇപ്പോൾ നിലവിൽ ക്ലോസ്ഡ് ആണ്. പിന്നെ 10:30 മുതൽ 6 മണി വരെയാണ് നിലവിൽ ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. പീറ്റേഴ്സ്ബർഗ് എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ നമുക്ക് കൂടുതലും മ്യൂസിയം, അതുപോലെ തന്നെ ചർച്ച്, അതൊക്കെയാണ് കൂടുതലും നമുക്ക് കാണാനുള്ളത്. ഫുള്ള് പഴയ കാല, അതായത് സോവിയറ്റ് യൂണിയൻ കാലത്തുണ്ടായ സംഭവങ്ങളൊക്കെയാണ് മൊത്തം ഇവിടെ ഉള്ളത്. ഇപ്പോൾ നിലവിൽ ഇതൊരു പാലസാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നിർഭാഗ്യം വെച്ചാൽ കയറാൻ പറ്റിയില്ല. ഞങ്ങൾ എത്തിയപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായി. ഇതാണ് സെൻറ്റർ കേട്ടോ. ഇത് ആ ഒരു ഭാഗം തൊട്ട് ഇത്രയുണ്ട്, അത്യാവശ്യം കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ ഇവിടുന്ന് നേരെ ഇനി മോസ്കോയിലോട്ട് പോവുകയാണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് നമുക്ക് മൊത്തം കണ്ടു തീർക്കാൻ പറ്റിയില്ല, കാരണം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് മൊത്തത്തിൽ കാണാൻ പറ്റിയില്ല. മേ ബി നമ്മൾ നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ വരുന്നതാണ്. പിന്നെ സമ്മറിൽ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അതായത് ചെറിയ വീഡിയോ ആയിരുന്നു, പക്ഷേ നിങ്ങളോട്ട് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ എന്താണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെ മനോഹരമായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ മോസ്കോയിലോട്ട് പോവുകയാണ്. ബാക്കി ഇനി ആ വിശേഷങ്ങൾ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ ബൈ ബൈ.